ഹായ് ഫ്രണ്ട്സ്. ബിഗ് ബോസ് താരം അതുപോലെ യൂട്യൂബറുമായിട്ടുള്ള ബ്ലെസ്സിയെ ആരും മറന്നിട്ടുണ്ടാവില്ല. ബ്ലെസ്ലി അല്ലെ, ആരും മറന്നിട്ടുണ്ടാവില്ല. സീസൺ 4 നായകൻ തന്നെയായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബ്ലെസ്ലി തന്നെയാണ് അല്ലെ. ദിൽഷ, ബ്ലെസ്ലി, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇപ്പോ ഞെട്ടിക്കുന്ന ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബ്ലെസ്ലിയെ പോലീസ് പൊക്കിയിരിക്കുന്നു അല്ലെ. എന്ത് കാര്യത്തിലാണ്? ഓൺലൈൻ തട്ടിപ്പ് കേസിലാണ് ബ്ലെസ്ലിയെ പോലീസ് പൊക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴാണ് പൊക്കിയിരിക്കുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്നല്ല ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോ. ഒപ്പം തന്നെ നിങ്ങൾ കമന്റ് ബോക്സും നിറച്ചേക്ക് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തിനാണ് ബിഗ് ബോസ് താരം ബ്ലെസ്ലിയെ പോലീസ് പൊക്കിയിരുന്നത്? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അല്ലെ. ബ്ലെസ്ലി, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അതുപോലെ ദിൽഷ, ഒരു 3 പേരുമായിരുന്നു. ബ്ലെസ്ലിക്കും രാധാകൃഷ്ണനും ദിൽഷയോട് പ്രണയമായിരുന്നു അല്ലെ. ഒരു ചെറിയ പ്രണയം ബ്ലെസ്ലിക്കും ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ എവർഗ്രീൻ നായകരായിരുന്നു അവരതിലെ. സീസൺ 4 എന്ന് പറയുന്നത് തന്നെ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ല സീസൺ തന്നെയായിരുന്നു. ഇപ്പോ ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന ഓപ്പറേഷനിൽ കൂടിയാണ് നമ്മുടെ ബ്ലെസ്ലിയെ പൊക്കിയിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പ് കേസാണ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ക്രൈം, സാമ്പത്തികമായിട്ടുള്ള ക്രൈമുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോലീസുകാർ ഒരു പേരിട്ട് കൊടുത്ത് അങ്ങനെ ഒരു ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സൈ ഹണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്ലെസ്ലി വന്നിറങ്ങി, ചൈനയിൽ നിന്നിട്ട് വന്നിറങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ ചൈനയിലാണ് മൂപ്പരാൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ബ്ലെസ്ലി ഗായകനാണ്, സംഗീത സംവിധായകനാണ്, ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ഇന്റർനാഷണൽ യാത്രകൾ ചെയ്തിരുന്ന ഒരേ ഒരു വ്യക്തി ബ്ലെസ്ലി ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മുടെ രേണു സുധിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ വിദേശ യാത്രകൾ ഏറ്റവും അധികം നടത്തിയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ബ്ലെസ്ലി രക്ഷപ്പെട്ടു, വളരെയധികം രക്ഷപ്പെട്ടു ആ സമയത്ത്. ഓക്കെ. ഇവിടെയൊക്കെ ദിൽഷയും അതുപോലെ രാധാകൃഷ്ണനൊക്കെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കടകളും ഉദ്ഘാടനം ചെയ്ത് നടക്കുമ്പോൾ ബ്ലെസ്ലി നേരെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഭാഗങ്ങളിൽ പോയിട്ട് ഓരോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയും ഓരോ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുകയും ഇതൊക്കെയായിരുന്നു. അങ്ങനെയായിരുന്നു ബ്ലെസ്ലിയുടെ നിലയുണ്ടായിരുന്നത്. പിന്നെ യൂട്യൂബറുമാണ്. പിന്നെ ഇപ്പൊ ബ്ലെസ്ലിയെ പിടിക്കാൻ ഈ ഓൺലൈൻ തട്ടിപ്പ് കേസിലാണ് ഒരുപാട് പൈസ തട്ടിപ്പ്, ജോലി വാഗ്ദാനം ചെയ്തിട്ടൊക്കെ ഒരുപാട് പൈസ തട്ടിപ്പ് നടത്തിയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് സംസാരിക്കാം. താരം മുഹമ്മദ് ഡിലിജന്റ് ബ്ലെസ്ലി മലയാളികൾക്ക് സുപരിചിതനാണ്. ഒരു യൂട്യൂബർ എന്ന നിലയിൽ തിളങ്ങി പിന്നീട് മിനി സ്ക്രീനിൽ താരമായ ചെറുപ്പക്കാരൻ. എന്നാൽ ആ താരപരിവേഷത്തിൽ നിന്നും ബ്ലെസ്ലി ഇപ്പോൾ വില്ലൻ്റെ പരിവേഷത്തിലേക്ക് മാറുന്നു. നമ്മൾ കാണാത്തൊരു മുഖമുണ്ട് അയാൾക്ക്. രാജ്യത്തെ സൈബർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനി. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ പിടിയിലായതോടെയാണ് ബ്ലെസ്ലിയുടെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ബിഗ് ബോസ് താരം പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് ബ്ലെസ്ലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തെത്തിച്ച കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് മുഹമ്മദ് ഡിലിജന്റ് ബ്ലെസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ നിരവധി പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിലെ പ്രതികളായ 8 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം മ്യൂൾ അക്കൗണ്ടുകൾ വഴി കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി ക്രൈംബ്രാഞ്ച് സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. കോഴിക്കോട് കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് പരാതിയിലാണ് ബ്ലെസ്ലിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇതേ കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മറ്റു 2 പേർ ജയിലിൽ കഴിയുകയാണ്. കോഴിക്കോട് കാക്കൂർ സ്വദേശിയായ യുവാവിൽ നിന്നാണ് സൈബർ തട്ടിപ്പ് വഴി പണം തട്ടിയത്. ഈ തുക ബംഗളൂരുവിലെ അക്കൗണ്ടിലേക്കാണ് പോയത്. ഇവിടെ നിന്നും ഇരിട്ടി സ്വദേശിയായ ആദിലിന്റെ അക്കൗണ്ടിൽ പണമെത്തി. ഇത് ചെക്ക് ഉപയോഗിച്ച് പിൻവലിക്കുകയായിരുന്നു. ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ബ്ലെസ്ലിയും സഹദ് എന്നയാളുമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തട്ടിയെടുത്ത 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി ബ്ലെസ്ലി ചൈനയിലേക്ക് കടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഝാർഖണ്ഡിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ പേരിലെടുത്ത ബാങ്ക് അക്കൗണ്ടുകളും ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കോടഞ്ചേരി, താമരശ്ശേരി മേഖലകളിലും സമാന തട്ടിപ്പ് കേസുകൾ നടന്നിട്ടുണ്ടെന്നാണ് പരാതി. കോടതിയിൽ ഹാജരാക്കിയ ബ്ലെസ്ലിയെ റിമാൻഡ് ചെയ്തു. ബിഗ് ബോസ് സീസൺ 4 റണ്ണറപ്പാണ് ബ്ലെസ്ലി. ബ്ലെസ്ലിയൊക്കെ ആ സീസൺ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് എന്തിനാണ് മനസ്സിലാകുന്നില്ല. എന്തിനാണ്? ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്ര പൈസ വാരിയ ആളാണ്. പിന്നെ ഒരു യൂട്യൂബറാണ്. അപ്പൊ ബ്ലെസ്ലിയൊക്കെ അത്യാവശ്യം അടിസ്ഥാനപരമായിട്ടുള്ള യൂട്യൂബറാണ്. അത്യാവശ്യം പൈസ എന്താ കോരിയെടുക്കുന്ന ആള് തന്നെയാണ് അല്ലെ. ഇപ്പൊ ഇവര് കൂടുതലും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നാടുകളിൽ
ഇപ്പോ ഒരു 18 വയസ്സ്, ഒരു 20 വയസ്സ്, അല്ലെങ്കിൽ ഒരു 16 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ. ഇപ്പൊ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ 18 വയസ്സാവണല്ലോ. അപ്പൊ 18 വയസ്സ് തൊട്ടിട്ട് ഉള്ള പിള്ളേർക്ക് കയ്യില് നല്ല പൈസ, എല്ലാവരുടെ കയ്യിലല്ല പറയുന്നത് കേട്ടോ. ഒരു 50% പിള്ളേരെ കയ്യില് നല്ല പൈസയുണ്ട്. അവരെ എന്താ പറയാ അടിച്ചു പൊളിക്കുന്നു. അവരൊക്കെ വീട്ടുകാര് പൈസ കൊടുക്കുന്നില്ല. വീട്ടുകാർക്ക് അവരത്ര അത്ര സാമ്പത്തികം ഇല്ല. പക്ഷെ അവർ അടിച്ചു പൊളിക്കുന്നു. കാറായി, ബൈക്കായി, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സിഗരറ്റും, കുടിയും, വലി എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവര് നിത്യവും അടിച്ചു പൊളിക്കുന്ന, ഒരു ജോലിക്ക് പോകുന്നില്ല. ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്? ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ മ്യൂൾ അക്കൗണ്ട് ആയത്, ഇപ്പൊ ബ്ലെസ്ലി ഒക്കെ ചെയ്ത പോലെ മ്യൂൾ അക്കൗണ്ട് എടുത്തുകൊണ്ടാണ്. മ്യൂൾ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? മ്യൂൾ അക്കൗണ്ട് വെച്ചാൽ ഈ ഡെഡ് അക്കൗണ്ട് ആയിട്ട് ഇത് കിടക്കുന്നവര്, അതായത് നമ്മൾ സാധാരണ കൂലിപ്പണിക്കാരൊക്കെ ഉണ്ടാവില്ല, കൂലിപ്പണിക്കാർക്കൊന്നും എന്തുണ്ടാവില്ല, സ്വന്തമായിട്ട് അക്കൗണ്ടിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ സ്ഥിരം ഒരു 500 രൂപ കിട്ടി വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അക്കൗണ്ടിൽ ഇടാനാണ് നോക്കുക. അത് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അല്ലെ. 1000 500 ഒക്കെ കിട്ടി വരുന്ന ആൾക്കാർ. അപ്പൊ അത് അക്കൗണ്ട് എങ്ങനെയാണ് അവിടെ അങ്ങനെ കിടക്കണ്ടാവും, മരവിച്ച് കിടക്കണ്ടാവും. ഒരു മിനിമം ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും അല്ലെ. ഒരു 1000 ഒരു 2000 അല്ലെങ്കിൽ 100 ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഡെഡ് ആയിട്ട് കിടക്കുന്ന അക്കൗണ്ടുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ KYC അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കേട്ടോ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ KYC മേടിച്ചിട്ട് അവരെ എന്ത് ചെയ്യുന്നു, അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെടുത്ത് പറയുന്നത്, അതെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരും കേട്ടോ. ആ പൈസ വന്നു കഴിഞ്ഞാൽ അതിലത്തെ ഒരു ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് തരാം എടുത്തോ. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഇൻകം ടാക്സ് ഉള്ളതുകൊണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ തെറ്റിദ്ധരിപ്പിച്ച് ഈ കുട്ടികളെ, ഈ ചെക്കന്മാരെ, അല്ലെങ്കിൽ പെൺകുട്ടികളെ ആണെങ്കിലും അക്കൗണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യാണ്. ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ രക്ഷിതാക്കൾ അറിയൂല്ലേ, അവർക്ക് മ്യൂച്വൽ അക്കൗണ്ട് ആയിരിക്കും രക്ഷിതാക്കളായിട്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്താണ് അക്കൗണ്ടിൽ പൈസ, അതിനിപ്പോ എന്താ, അവർക്ക് പൈസ വരുന്നു, ഒരു 10 ലക്ഷം വരുന്നു. 10 ലക്ഷം വരുമ്പോ ഇവർക്കൊരു 20,000 ഒരു 50,000 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി അല്ലെ. അക്കൗണ്ട് ഹോൾഡർക്കും സന്തോഷമായി, മറ്റവർക്കും സന്തോഷമായി. പക്ഷേ ഈ അക്കൗണ്ടിൽ കൂടി, ഇവരെ അക്കൗണ്ടിൽ കൂടിയാണ് ഇത്രയും അധികം ഹവാല പണങ്ങൾ വരുന്നത് എന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പൊ എന്താ, ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അത്യാവശ്യം പൈസ എനിക്ക് ദൂർത്തടിക്കാൻ കിട്ടുന്നു. ഏത് ജോലിക്ക് പോയാൽ കിട്ടും ഇങ്ങനെ എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മാസത്തില് ഒരു 19 ലക്ഷം വന്നാൽ ഇവർക്കൊരു മാസം 10-50,000 രൂപ ഇവർക്ക് ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പിള്ളേർ പെട്ടുപോകുന്നത്. ഇപ്പൊ എത്ര കേസുകളാണ് പിടിച്ചിട്ട് പിള്ളേരെ ഈ സൈകണ്ട് വെച്ച് ഒരുപാട് പിള്ളേർ സെറ്റിനെ പിടിച്ചിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവരും അങ്ങനെയുള്ളവരൊക്കെ പിടിച്ചിട്ടുണ്ട്. അവർക്ക് പോലും അറിയില്ല അവരുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നിരുന്നു എന്ന്. ഇപ്പൊ ഒരു ചക്കരെ പിടിച്ചിട്ട് ഒരു 10 കോടിയോ എത്ര അങ്ങോട്ട് രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക്, അപ്പൊ അയൽവക്കക്കാരൊക്കെ പറഞ്ഞു കുട്ടിക്ക് നല്ല ബൈക്ക് ഉണ്ട്, നന്നായി അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെ അയൽവക്കക്കാർ പറയുന്നു. പക്ഷെ ഈ കുട്ടിക്ക് കിട്ടുന്നത് തുച്ഛ എമൗണ്ട് ആണ്. ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കാശ്, ബൈക്കിൽ എണ്ണ അടിക്കാനുള്ള കാശ്, കുറച്ച് ഡ്രസ്സ് പിടിക്കണം, ഇങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷെ ഇത് ഈ കുട്ടിയുടെ അക്കൗണ്ട് മുഖാന്തരം കോടിക്കണക്കിന് രൂപകളാണ് വന്നു പോകുന്നത്. അത് ഈ കുട്ടി പോലും അറിയുന്നില്ല. KYC കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടിക്ക് അതിൽ എത്ര എമൗണ്ട് വരുന്നത്, ഇതിന്റെ സംഭവങ്ങളൊക്കെ എന്താണ്, മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത് അല്ലെ. അപ്പൊ എക്സ്പെഷ്യലി ഇതൊക്കെ നടക്കുന്നത് മലപ്പുറം, കോഴിക്കോട് ആ ഭാഗങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് മ്യൂൾ അക്കൗണ്ട്, അത് നമുക്കൊന്ന് നോക്കി നോക്കാം. മ്യൂൾ അക്കൗണ്ടുകൾ എന്നത് സൈബർ കുറ്റവാളികൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാതെ മറ്റൊരാളുടെ പേരിൽ തുറന്ന് തട്ടിപ്പ് പണം കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളാണ്. മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾ, മനുഷ്യക്കടത്ത്, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഈ അക്കൗണ്ടുകൾ കുറ്റവാളികളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നു. കാരണം പണം ട്രാക്ക് ചെയ്തു വരുമ്പോൾ അത് ഒരു നിരപരാധിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. ഇത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നത് പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മ്യൂൾ അക്കൗണ്ടുകൾ നിർമ്മിക്കുന്നതിന് തട്ടിപ്പുകാർ പ്രധാനമായും ഗ്രാമീണ മേഖലകളിലെയും ദുർബല വിഭാഗങ്ങളിലെയും ആളുകളെ ലക്ഷ്യമിടുന്നു. ചെറിയ സാമ്പത്തിക പ്രലോഭനങ്ങൾ നൽകിയും ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരോ ബാങ്ക് പ്രതിനിധികളോ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചും അവർ നിരപരാധികളായ ആളുകളുടെ ആധാർ വിവരങ്ങളും മറ്റു വ്യക്തിഗത രേഖകളും കയ്യിലാക്കുന്നു. ചോർത്തപ്പെട്ട ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവർ വ്യാജ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും തുറക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ സഹായവും അവർക്ക് ലഭിക്കാറുണ്ട്. ഇങ്ങനെ രൂപീകരിക്കുന്ന മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് തട്ടിപ്പ് പണം സ്വീകരിച്ച് ഉടൻ തന്നെ ബാങ്ക് ശാഖകളിൽ നിന്ന് അത് പിൻവലിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പണത്തിന്റെ കൈമാറ്റ രേഖകൾ ഇല്ലാതാകുകയും കുറ്റവാളികൾ പൂർണ്ണമായും സുരക്ഷിതമാവുകയും ചെയ്യുന്നു. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിലുള്ള തട്ടിപ്പുകളിൽ മ്യൂൾ അക്കൗണ്ടുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തട്ടിപ്പുകാർ ആധാറും മറ്റ് വ്യക്തിഗത വിവരങ്ങളും ഡാർക്ക് വെബിൽ നിന്ന് ശേഖരിച്ച ശേഷം തങ്ങളെ വ്യാജമായി പോലീസോ മറ്റു ഉദ്യോഗസ്ഥരോ ആണെന്ന് പരിചയപ്പെടുത്തുന്നു. അവർ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് കള്ളക്കടത്തോ ഹവാലയോ പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായി
അപ്പൊ മ്യൂൾ അക്കൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ എല്ലാവരും സ്വന്തം മക്കളെയോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇപ്പൊ എന്താ പറയുക, ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരോ എന്താ വിചാരിക്കും, ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, പൈസ നമുക്ക് ഇങ്ങനെ മാസം മാസം കിട്ടുകയാണ്, ഏത് ജോലി എടുത്താൽ കിട്ടും, ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കലേ വേണ്ടു എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുക അല്ലെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ വിചാരിക്കുക. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെടുന്നത് എന്തായിരിക്കും, പോലീസ് അന്വേഷിച്ചു വരുന്നത് നമ്മളെ ആയിരിക്കും. പക്ഷെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ, ഇല്ല, നമുക്ക് തുച്ഛം പൈസ കിട്ടിയിട്ടുണ്ട്. ആ പൈസ പക്ഷെ ഇവര് കോടികളാണ് തിരിമറി ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചത്തു കിടക്കുന്ന അക്കൗണ്ടിൽ പെട്ടെന്ന് പൈസ വരികയാണെങ്കിൽ ബാങ്കുകാർ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. അപ്പൊ ഈ സൈബർ ആക്രമണമാണ് എന്ന് വിചാരിച്ചിട്ട് സൈഹണ്ട് മുഖാന്തരം ഉടനെ അവരെ വന്ന് പോലീസ് പൊക്കും. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ ബാങ്കുകാർ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്ലെസ്ലിക്ക് ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല അല്ലെ. നേരവണ്ണം പോവുക തന്നെയാണെങ്കിൽ ബ്ലെസ്ലി അത്യാവശ്യം നല്ലൊരു ഫെയിം കിട്ടിയ ആളാണ്. ബ്ലെസ്ലിക്ക് പണം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ബ്ലെസ്ലി അതിന് തുനിഞ്ഞില്ല. വേഗം ഉള്ളിൽ കൂടി പണം ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ ബ്ലെസ്ലി പിടിക്കപ്പെട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെയും നമ്മളെയും സുരക്ഷിതരായി വെക്കുക. ഓക്കെ, താങ്ക് യു.